പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് കരടിപ്പാറ എന്ന സ്ഥലത്തുള്ള 1 ഏക്കർ സ്ഥലമാണ്. ടാർ റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. കുരുമുളക്, അതേപോലെ തന്നെ വരുമാനമായിട്ട് തേയിലയൊക്കെയാണുള്ളത്. ഫ്രണ്ടിൽ തന്നെ എന്താ പറയുക, തേയിലച്ചപ്പൊക്കെ നുള്ളി ഇടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഷെഡൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. 100% നിരന്നൊരു സ്ഥലമാട്ടോ. 100% നിരന്ന സ്ഥലമാണ്. നല്ല തോതിൽ വരുമാനമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാട്ടോ. വരുമാനമായിട്ട് കൂടുതലും തേയിലയാണുള്ളത്. തേയില കൂടാതെ കുരുമുളകും ഈ സ്ഥലത്ത് വരുന്നുണ്ട്. ഒരുപാട് കാറ്റാടി മരങ്ങൾ ഈ സ്ഥലത്തുണ്ട്. ഈ കാറ്റാടി മരങ്ങളിലൂടെ ഇവർ കുരുമുളക് വള്ളി വെച്ച് എന്താ പറയുക, നല്ല രീതിയിൽ കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് കാണുവാനുണ്ട് കേട്ടോ. ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നല്ല എന്താ പറയുക, ശുദ്ധവായു ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. തൊട്ടടുത്തായി അങ്ങനെ എന്താ പറയുക ഫാക്ടറികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ പറയുക, 100% നിറഞ്ഞ സ്ഥലം. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നടന്നു വന്നില്ലേ, ഈ വഴി ഈ നടവഴി കാണുന്നുണ്ടല്ലോ, ഈ നടവഴി കാണുന്നത് നമ്മുടെ സ്ഥലമാട്ടോ. നമ്മുടെ സ്ഥലം ഈ നടവഴിക്ക് തൊട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് കാണുന്ന സ്ഥലമാട്ടോ നമ്മുടേത്. ഇവിടുന്ന് എന്താ പറയുക, ഒരു 30 മീറ്ററോളം അങ്ങോട്ട് സ്ഥലം വരുന്നുണ്ട്. ഈ തേയില കാണുന്ന സ്ഥലം, അതിലങ്ങോട്ട് കമ്പിവേലി പോകുന്നത് നമുക്ക് കാണാനുണ്ട്. തൊട്ടടുത്തായി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ഹോസ്പിറ്റൽ എല്ലാം തന്നെ ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ചുള്ളിയോട് ടൗണിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ആണ് കരടിപ്പാറ ടൗണ്. മുസ്ലിം പള്ളി, ക്രിസ്തീയ ദേവാലയം, അമ്പലം എല്ലാം ഇതിൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥലം, 100% നിരപ്പായിട്ടുള്ളൊരു സ്ഥലം, അതിമനോഹരമായിട്ടുള്ള സ്ഥലം. നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മലകളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണുവാനുണ്ട്. നല്ല ഗംഭീര കാഴ്ചയൊക്കെ കാണുന്നൊരു സ്ഥലമാട്ടോ. നല്ല മലകളുടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതുണ്ട്, ഈ കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ മരത്തെ എന്താ പറയുക, നിറച്ച് കുരുമുളകാണ്. ഇതാണ്ടോ, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് സാറേ, സുഹൃത്തെ, ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ കുരുമുളകൊക്കെ ഉണ്ടായി കിടക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്ക്, കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുക്ക്. എന്താ പറയുക, എന്ത് നട്ടാലും നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു മണ്ണാട്ടോ അത്. നമുക്ക് എന്താ, ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം 100% ക്ലിയർ ആണ്. WCS പട്ടയത്തിൽപ്പെട്ട ഭൂമിയാട്ടോ. WCS പട്ടയത്തിൽപ്പെട്ട ഭൂമിയാണ്. പേപ്പേഴ്സ് എല്ലാം 100% ക്ലിയർ ആണ്. എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലം പ്ലോട്ട് തിരിച്ച് വിൽക്കുവാൻ കഴിയുന്ന ഒരു ഭൂമിയാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10 സെൻറ്റ് 5 സെൻറ്റിനൊക്കെ ഇവിടെ ആവശ്യക്കാരേറെയാണ്. അപ്പോൾ ആ ലെവലിൽ എന്താ, ഒരു ടീമിന് ഒന്നിച്ച് ഈ സ്ഥലം എടുത്തിട്ട്, ഒന്നിച്ച് ഈ സ്ഥലം വാങ്ങിയിട്ട്, ഈ സ്ഥലം ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് 5 സെൻറ്റ് എന്ന വ്യവസ്ഥയിൽ കട്ട് ചെയ്ത് കൊടുക്കുവാൻ പറ്റിയ ഒരു ഭൂമിയാട്ടോ ഇത്. എന്തോ 100% നിരന്ന ഭൂമി. ഇതിൻ്റെ അടുത്ത സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ കാണുന്നത്, തേയില കാണുന്നത്. ഇതും എന്താ പറയുക, ഈ പ്രദേശത്തെ എല്ലാ സ്ഥലവും, ഇവിടെ കുന്നും മലകളൊന്നും ഇല്ല കേട്ടോ. കുന്നും മലകളില്ല, ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. യാതൊരുവിധ വന്യമൃഗശല്യമോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാട്ടോ ഇത്. നല്ല ഏരിയ ആണ്. നല്ല എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഏരിയ ആണ്, VIP ഏരിയ ആണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ. പ്രിയമുള്ളവർ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ അറിവിലുണ്ട്. സ്ഥലങ്ങൾ, വീടുകൾ, എന്താ പറയുക, നിങ്ങൾക്ക് ഇനി റിസോർട്ട് വേണമെങ്കിൽ റിസോർട്ട് ഉണ്ട്. റിസോർട്ടിന് പറ്റിയ സ്ഥലങ്ങളും എൻ്റെ അറിവിലുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്. അങ്ങോട്ട് ലോങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക, നല്ല രീതിയിൽ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ കാണുവാനുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച സമയം കേട്ടോ. അതുകൊണ്ടാണ് ആ ലോങ്ങിൽ കാണുന്നതാണ്. അത് ചെമ്പ്രമലയാണ്. ചെമ്പ്ര പീക്കാണ്. മേപ്പാടി ചെമ്പ്ര പീക്കിൻ്റെ ആ കാഴ്ചയാണ് നമ്മൾ ആ ലോങ്ങിൽ കാണുന്നത് കേട്ടോ. കണ്ടോ, നല്ലൊരു മലനിരകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ നല്ല രീതിയിലുള്ള എന്താ പറയുക, ഒരു വില്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല എന്താ പറയുക, വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് വീടുകൾ. എന്താണെങ്കിൽ നമുക്കൊരു വില്ല പ്രൊജക്റ്റ് വേണമെങ്കിൽ നല്ല ഹോം സ്റ്റേ, നല്ല ഹട്ടുകളൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. നല്ലൊരു സ്ഥലമാണ്. നല്ല എന്താ പറയുക, നല്ലൊരു കാഴ്ചയൊക്കെ ലഭിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അതുകൂടാണ്ട് നല്ല വരുമാനമുണ്ട്. നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലം തന്നെയാണ്. ഈ സ്ഥലത്ത് റബ്ബർ ഉണ്ടായിരുന്നു. അവരിപ്പോൾ റബ്ബറും കുറച്ച് ഈ സ്ഥലത്തുണ്ട്. ആ റബ്ബറിലൂടെ അവർ എന്താ പറയുക, ഈ കുരുമുളകിൻ്റെ വള്ളികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം കറക്റ്റ് കല്ലൊക്കെ ഇട്ട് ബൗണ്ടറി കറക്റ്റ് ഈ ബൗണ്ടറിയൊക്കെ തിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന റബ്ബറാണ്. ഒരുപാട് കാറ്റാടി മരം ഈ സ്ഥലത്തുണ്ട്. നമുക്ക് പ്ലോട്ട് തിരിച്ച് വിൽക്കുവാൻ പറ്റിയ സ്ഥലമാണ്. അതെല്ലാം അല്ലാത്ത രീതിയിലാണ്. എന്താണ്, വരുമാനമാണെങ്കിൽ നല്ല തോതിൽ ഒരു മാസം ഒരു നല്ല ഒരു എമൗണ്ടിൻ്റെ ഈ തേയിലച്ചപ്പ് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ.
ഇതാണ് ഇതിൻ്റെ ഈ രീതിയിലുള്ള ഇലയാണ് അവർ നുള്ളി എടുത്ത് എന്താ പറയുക വിൽക്കാറുള്ളത്. അപ്പോൾ നല്ല തോതിൽ വരുമാനമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി കാണിച്ചു തരാം. സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 12 കിലോമീറ്റർ ആട്ടോ ഇവിടേക്ക് വരുന്ന ദൂരം. ഒരു 12-13 കിലോമീറ്റർ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഇവിടേക്ക് ദൂരം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം ഇത് ഇവിടം പറയാം കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ടാർ റോഡില്ലേ, ആ ടാർ റോഡിൽ നിന്ന് നേരെ വരുന്നത് ഇവിടേക്കാണ്. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ബൗണ്ടറിയിൽ വരുന്ന ഈ എന്താ പറയുക, ബൗണ്ടറിയിൽ ഇട്ടിരിക്കുന്ന ഈ വേലിക്കല്ലാണ് ഈ കാണുന്നത്. പിന്നെ ഇത് നേരെ അങ്ങോട്ട് പോയി. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നേരെ പോയി നല്ല ഇങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ച കണ്ടോ, നല്ല അടിപൊളിയല്ലേ, നല്ല ഭംഗിയാർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാട്ടോ ഇത്. നല്ല ഭംഗിയാർന്ന് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കൂടുതലല്ല. നല്ല ഡെവലപ്മെൻറ്റഡ് ഏരിയ ആണിത്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന്, സുൽത്താൻ ബത്തേരി ഊട്ടി സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ ആട്ടോ, 2-2.5 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം. നല്ല എന്താ പറയുക, നല്ല താളൂർ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെയൊക്കെ ഒരുപാട് പിള്ളേർ വന്ന് പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ കോളേജിൻ്റെ ഹോസ്റ്റലിൽ കൂടാണ്ട് തന്നെ ഒരുപാട് പിള്ളേർ ഇവിടെ വീടൊക്കെ റെൻറ്റിനെടുത്തിട്ടാണ് നിൽക്കാറ്. അപ്പോൾ അതേപോലെ എന്താ പറയുക, നല്ല രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ പണിതിടുകയാണെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ എന്താ പറയുക, ആളുകൾ ഏറെ എന്താ പറയുക, ഒരുപാട് ആളുകൾ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇത് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഹോം സ്റ്റേ, ഈ വീടുകൾ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വീടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ടീമാണെങ്കിൽ വീടൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് സെയിലാവും ഇവിടെ. വീടൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് സെയിലാവും. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി കാണിച്ചു തരാം. ഇവിടെ പറയാട്ടോ ഈ സ്ഥലം വരുന്നത്. ഇവിടെ പറയാട്ടോ സ്ഥലം വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 മീറ്ററോളം സ്ഥലത്തിന് വീതി വരുന്നുണ്ട് കേട്ടോ. നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 100 മീറ്ററിൽ കൂടുതൽ നീളം വരുന്നുണ്ട്. ഒരു 100 മീറ്റർ ഓളം നീളം വരുന്നുണ്ട്. സ്ഥലം റോട്ടിൽ നിന്ന് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വരെ ഒരു 100 മീറ്ററോളം ഉണ്ട്. അതേപോലെ തന്നെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-35 മീറ്റർ വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വില പറയാൻ പോവുകയാണ്. ഒരു മൊത്തത്തിൽ ചോദിക്കുന്നത്, 1 ഏക്കർ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഒരു സെൻറ്റിന് 75,000 രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത്. ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആട്ടോ, ഈ വില കുറയുന്നതാട്ടോ. അപ്പോൾ ആവശ്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ആ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് വരിക. ഈ പറയുന്ന വില കുറയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.